ായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിച്ച് വെക്കേണ്ട ഒരു സംഗതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ വരുന്ന കേറ്ററ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 10-ാം തീയതിയാണല്ലോ, അതായത് ജൂലൈ 10-ാം തീയതിയാണല്ലോ, അടുത്ത വ്യാഴാഴ്ച. അപ്പം അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ എക്സാം ഹാളിൽ നമ്മൾ കൊണ്ടുപോകുന്ന ID കാർഡ്, ഈ ID കാർഡിൻ്റെ കാര്യത്തിൽ പലർക്കും കൺഫ്യൂഷൻ വരാറുണ്ട്. മുമ്പുള്ളതിനേക്കാൾ ഒരു ചെറിയ മാറ്റം ഇപ്രാവശ്യം ID കാർഡിൻ്റെ കാര്യത്തിൽ നോട്ടിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ID കാർഡ് നമ്പർ ഡീറ്റെയിൽസൊക്കെ, നമ്മൾ ഏത് ID കാർഡാണ് കൊടുക്കുന്നത് അതിൻ്റെ നമ്പർ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനൽ പ്രിൻ്റ് ഔട്ടിൽ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും രേഖപ്പെടുത്തിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോഴും ID കാർഡിൻ്റെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം അതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടത് അതേ സെയിം ID കാർഡ് തന്നെയാണ്. അതായത് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള ID കാർഡ് അല്ലാതെ വേറെ ID കാർഡ് കൊണ്ട് ചെന്നാൽ സ്വീകരിക്കുന്നതല്ല. വേറെ ID കാർഡ് നമ്മൾ ഹാജരാക്കിയാൽ അത് സ്വീകരിക്കുന്നതല്ല. അത് വളരെ ശ്രദ്ധിക്കുക. ഇത് മുമ്പൊന്നും ഇല്ലായിരുന്നു. ഇത് ഇപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ്. പലരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ഏതെങ്കിലും ഒരു ID കാർഡ് കൊണ്ടുപോകും, അത് മതിയാവുന്നുള്ളത്. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ കൊടുത്ത ID കാർഡും അതിൻ്റെ നമ്പർ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ രേഖപ്പെടുത്തുകയും നമ്മൾ ഫൈനൽ പ്രിൻ്റ് ഔട്ടിൽ അത് രേഖപ്പെടുത്തി നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഹോൾ ടിക്കറ്റിലും അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതേ സെയിം ID കാർഡ് തന്നെ നമ്മൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഇത് ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാവരും സമയത്തിന് തന്നെ, യഥാസമയം തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, കേറ്ററ്റിന് അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൊടുക്കുമ്പോൾ സൂക്ഷ്മമായിട്ട് കൃത്യമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ ധരിച്ചു പോയാൽ നിങ്ങൾക്കൊരു ചാൻസ് ആയിരിക്കും നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അപേക്ഷ കൊടുക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി കുറഞ്ഞ സമയമേ ഉള്ളൂ. ഓഗസ്റ്റ് 23, 24 എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സമയമുള്ളൂ, ഒരുപാടൊന്നുമില്ല. അപ്പം നമ്മൾ കുറേ ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് മാറ്റി വെക്കണ്ട. ഇനി അതുപോലെ ഓഗസ്റ്റ് 24 പരീക്ഷ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് പരീക്ഷാ ഭവനിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ആ ഡേറ്റ് എന്താണെന്നുള്ള നമുക്ക് അറിയില്ല. മിക്കവാറും അത് അടുത്ത് തന്നെ ആയിരിക്കും. അതായത് ഈ 24 ശേഷമുള്ള ഒരാഴ്ച 2 ഉള്ളിലൊക്കെ ആയിട്ട് ചിലപ്പോൾ വരാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് അനിശ്ചിതമായി നീട്ടിവെക്കൂല. അതുകൊണ്ട് തന്നെ പഠനം അനിശ്ചിതമായിട്ട് നമ്മൾ ആരും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു ചാൻസ് നഷ്ടപ്പെടും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പരീക്ഷ എഴുതുക, നല്ല സ്കോറോടെ വിജയിക്കുക. അപ്പോൾ എല്ലാവിധ ഇപ്രാവശ്യത്തെ കേറ്ററ്റ് പരീക്ഷ എഴുതുന്ന എല്ലാ പരീക്ഷാർത്ഥികൾക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട്, അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊച്ചു വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്രാവശ്യത്തെ കേറ്ററ്റ് പരീക്ഷ എഴുതുന്ന എല്ലാ പരീക്ഷാർത്ഥികൾക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട്, അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊച്ചു വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.